ആരാവും അമ്മയുടെ നായര്? മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് പദവിയിൽ നടൻ മോഹൻലാൽ തുടരും. അമ്മയുടെ പ്രസിഡന്റ് പദവിയിൽ അദ്ദേഹത്തിന് ഇത് 3-ാം ഊഴമാണ്. അതേസമയം താൻ വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഇടവേള ബാബു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ഏതെങ്കിലും ഒരു മോന്മാർ പറയുമെന്ന് കരുതിയെങ്കിലും ആരും ഒരക്ഷരം വേണ്ടിയില്ല. കണ്ണിൽ കണ്ട ഒരു വണ്ടി വിളിച്ച് തൃശ്ശൂരിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് കേൾവി. അമ്മയുടെ അന്തരിച്ച മാപ്പിള ഇന്നസെന്റ് പോയതോടുകൂടി ബാബുവിനും കാറ്റുവീഴ്ച തുടങ്ങി. സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹം ആ തീരുമാനം കൈക്കൊണ്ടത്. അമ്മ രൂപീകരിച്ച 1994 മുതൽ അംഗമായ ഇടവേള ബാബു ജോയിന്റ് സെക്രട്ടറിയായും പിന്നെ ജനറൽ സെക്രട്ടറിയായും സജീവമായ 3 പതിറ്റാണ്ടിൽ നിന്നാണ് ഇടവേള എടുക്കുന്നത്. 2018 ബാബു ജനറൽ സെക്രട്ടറി ആയത്. വലിയ തിരക്കിനിടയിലും മമ്മൂട്ടിയും മോഹൻലാലും പ്രസിഡന്റ് പദവിയിൽ ഇരുന്നാലും അമ്മയെ വലിയ പരിക്കേൽപ്പിക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇടവേളയായിരുന്നു. കാര്യമായ പടങ്ങളില്ല, കാര്യമായ പണിയില്ല, വിവാഹം കഴിച്ചിട്ടുമില്ലാത്തതിനാൽ, അങ്ങനെയൊരു ടെൻഷനും ഇല്ലാത്തതിനാൽ ഇടവേള ബാബുവിന് അമ്മയെ നോക്കുവാൻ ആവശ്യത്തിന് സമയമുണ്ടായിരുന്നത് കൊണ്ടാണ് ബാബുവിന് ആ പദവിയിൽ തുടരുവാനുള്ള യോഗ്യതയായി കൽപ്പിച്ചു കൊടുത്തത്. ആരും അതിനെ കാര്യമായി എതിർത്തുമില്ല. പടമൊന്നുമില്ലെങ്കിലും അമ്മയുടെ കൊച്ചച്ഛൻ എന്ന പദവി ഉപയോഗിച്ചാണ് ഇടവേള ബാബു തൻ്റെ ഇടവേളകൾ ഉല്ലാസകരമാക്കിയിരുന്നത്. എന്നാൽ ഇടവേളകളിൽ പോലും ഒരു സീനിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടാത്ത ഒരാൾ അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതിൽ ഒരു വിഭാഗം പണിയുള്ള അഭിനേതാക്കൾക്ക് വലിയ അമർഷമുണ്ടായിരുന്നു. അവർ അത് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇടവേള ബാബു അമ്മയുടെ കൊച്ചച്ഛൻ എന്ന പദവിയിൽ നിന്നും ഒരു ഇടവേള എടുത്തത്. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസമായ ചൊവ്വാഴ്ച പ്രസിഡന്റ് പദവിയിലേക്ക് മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 30 കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. വോട്ടിംഗ് അവകാശമുള്ള 506 മക്കളാണ് അമ്മയ്ക്കുള്ളത്. ഗോപാലൻ ചേട്ടനും സിനിമാക്കാരനായതിനാൽ ഗോകുലം കൺവെൻഷൻ സെന്ററും വെറുതെ കിട്ടും. മാധ്യമങ്ങളിൽ അമ്മയുടെ നായരെയും മറ്റ് ആളുകളെയും തിരഞ്ഞെടുക്കുന്ന സംബന്ധമായ വാർത്തകൾ നന്നായി വരുമെന്നതിനാൽ ഗോപാലൻ ചേട്ടനും നഷ്ടമില്ല. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജുപിള്ള എന്നിവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക കൊടുത്തിട്ടുണ്ട്. ഇവരെ കൂടാതെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും സിദ്ദിഖും ഉണ്ണി ശിവപാലും മത്സരിക്കുന്നുണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജ് ജേക്കബും പത്രിക നൽകിയിട്ടുണ്ട്. 11-അംഗ എക്സിക്യൂട്ടീവിലേക്ക് 12 പേരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അവർ ഇനി പറയുന്നവരാണ്: അനന്യ, ആൻസി ഹസൻ, ജോയ് മാത്യു, കലാഭവൻ ഷാജോൺ, രമേഷ് പിഷാരടി, റോണി ഡേവിഡ്, സരിയു മോഹൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ടൊവിനോ തോമസ്, വിനു മോഹൻ. ഇത്തവണ ഒഴിയുവാൻ താല്പര്യം പ്രകടിപ്പിച്ച മോഹൻലാലിനെ കടുത്ത മത്സരമുണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അപകടാവസ്ഥ ബോധ്യപ്പെടുത്തി നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ചുമതല തുടർന്ന് നിർവഹിക്കുവാൻ ഒരു ഭാഗം മക്കൾ പ്രേരിപ്പിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് ഉചിതമല്ലെന്ന് ചില മുതിർന്ന മക്കൾ അഭിപ്രായപ്പെട്ടതിനെ തുടർന്നാണ് ന്യൂജൻ മക്കൾ ഒടുക്കം പത്രിക പിൻവലിച്ചതെന്നാണ് വിവരം. എന്നാൽ മറ്റു പദവികളിലേക്ക് മത്സരിക്കുവാനുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇത്തവണ ജനറൽ സെക്രട്ടറി പദവിയിലേക്കുള്ള മത്സരം കടുത്തതായിരിക്കും എന്നാണ് സൂചന. വൈസ് പ്രസിഡന്റ് പദവിയിൽ നിലവിൽ ഉണ്ടായിരുന്നത് ശ്വേതാ മേനോൻ, മണിയൻ പിള്ള രാജു എന്നിവരായിരുന്നു. സുധീർ കരമന, സുരഭി ലക്ഷ്മി, ബാബുരാജ്, ടൊവിനോ തോമസ്, മഞ്ജു പിള്ള, ടിനി ടോം, ഉണ്ണി മുകുന്ദൻ, ലെന, രചന നാരായണൻകുട്ടി, ലാൽ എന്നിവരായിരുന്നു കാലാവധി കഴിയുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. അമ്മയുടെ ഒരു മകൻ BJP ടിക്കറ്റിൽ ഇത്തവണ കേന്ദ്രമന്ത്രി ആയി എന്നൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല മറ്റൊരു മകൻ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും മറ്റൊരു മകൻ കൊല്ലം MLA-യുമാണ്. രണ്ടുപേരും ഇടതുപക്ഷത്താണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. കുമ്മട്ടിക്ക ഇഷ്ടമുള്ള മമ്മൂട്ടിക്ക ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന ഇടതുപക്ഷക്കാരനാണെങ്കിലും ഞാൻ ഒന്നിനുമില്ലേ എന്ന മട്ടിലാണ്. അമ്മയുടെ മക്കൾ ഇപ്പോൾ 3 പാർട്ടിയിലും ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന പ്രത്യേകത. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ പൊടിപാറും. ജൂൺ 30 തിരഞ്ഞെടുപ്പ് നടക്കുക. അന്ന് തന്നെ വോട്ടെണ്ണലും നടക്കും, ഫലവും പ്രഖ്യാപിക്കും. എന്തു തന്നെ സംഭവിച്ചാലും വരുന്ന 5 കൊല്ലത്തേക്ക് അമ്മയുടെ നായര് മോഹൻലാൽ തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.